നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ഡിഐജി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച്. ഷൊർണൂർ കാരക്കാട് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 7ഓളം പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചതായി സംശയം. പ്രദേശവാസികൾ ആശങ്കയിൽ. കോടികൾ മുടക്കി 3 വർഷം മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ വാണിയംകുളം വല്ലപ്പുഴ റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. പാതയുടെ ഇരുവശങ്ങളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ചാലുകീറിയത് തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന് പരാതി. വാഹനങ്ങൾ ചാലിൽ കുടുങ്ങുന്നത് ഇവിടെ പതിവ് കാഴ്ച. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിർമ്മാണം ആരംഭിച്ച ഒറ്റപ്പാലം നഗരസഭാ പാർക്കിന്റെ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് തകർന്നു വീണു. നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയും തകർച്ചയ്ക്ക് കാരണമായെന്ന് ആക്ഷേപം. കേന്ദ്ര വിദ്യാഭ്യാസ നയം തിരുത്തണമെന്ന് NCP. ആവശ്യമുന്നയിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കർഷകരെ അവഗണിച്ചും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചും ഇടതുമുന്നണിക്ക് ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ വിമർശനം. വാർത്തകൾ വിശദമായി. തൃശൂർ ഡിഐജി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റിയെത്തിയ മാർച്ച് ഡിഐജി ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷവും പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമം നടത്തി. ഇതോടെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ഇതേ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കാരക്കാട് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 7ഓളം പേർക്ക് നായയുടെ കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കാരക്കാട് വായനശാലയ്ക്ക് സമീപം രാവിലെ 11 മണിയോടെയാണ് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണമുണ്ടായത്. മേലേപ്പാട്ടുതൊടി ഉദയകുമാർ, ദിലീപ്, അരുൺ, ബീന, വളയംതൊടി ശൈലജ, മഠത്തിൽ കോന്നനാത്ത് രാമചന്ദ്രൻ, ചിറ്റടിയത്ത് മന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. പ്രദേശത്തെ ഒരു പൂച്ചയെ നായ കടിച്ചുകൊന്നു. ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ നായ കയ്യിൽ ചാടിക്കടിക്കാൻ ശ്രമം നടത്തി. ഇവർ ഓടി വീടിനകത്തേക്ക് കയറി വാതിലടച്ചു. ഇവരുടെ കയ്യിൽ ചെറുതായി കപ്പിയെങ്കിലും പരിക്കേറ്റിട്ടില്ല. തുടർന്ന് അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കാഴ്ചപരിമിതിയുള്ള ദിലീപിന്റെ വീട്ടിലേക്ക് കയറി ദിലീപിനെ ആക്രമിക്കുകയായിരുന്നു. ദിലീപിന്റെ ഇടത്തെ കാലിൽ കടിയേറ്റിട്ടുണ്ട്. ദിലീപിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഉദയകുമാറിനും അരുണിനും കാലുകളിലും കൈകളിലും മുഖത്തും കടിയേറ്റു. നായയുടെ കടിയേറ്റ ഇവർ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായ മറ്റു വളർത്തുമൃഗങ്ങളെ കടിച്ചിട്ടുണ്ടെന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ കടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര വിദ്യാഭ്യാസ നയം തിരുത്തണമെന്ന് NCP. ആവശ്യമുന്നയിച്ച് NCP ജില്ലാ കമ്മിറ്റി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. NCP ജില്ലാ പ്രസിഡന്റ് രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാമസ്വാമി കുറ്റപ്പെടുത്തി. നീറ്റ്, നെറ്റ് പരീക്ഷാ ക്രമക്കേട് കൃത്യമായി അന്വേഷിച്ചാൽ ഉന്നത BJP നേതാക്കൾ അഴിക്കുള്ളിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഒരു ദുരന്തമെന്ന രീതിയിൽ നീറ്റ് പരീക്ഷയിൽ നടന്ന വലിയ അട്ടിമറി. പക്ഷേ അത് സംബന്ധിച്ച് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കഴിഞ്ഞ ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർത്തിയപ്പോൾ മറുപടി പ്രസംഗത്തിൽ ഒരു അക്ഷരം പോലും ഉരിയാടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല.
ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നം സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഭരണകൂടം മൗനം പാലിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കടവരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. NYC സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പി. അബ്ദുൽ നാസർ, ഷെബിൻ തൂത, ആയിഷ ബാനു, സദക്കത്തുള്ള പടലത്ത്, SJ നജീബ്, ഷാജൻ, മൃദുൽ പ്രേം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷകരെ അവഗണിച്ചും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചും ഇടതുമുന്നണിക്ക് ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ജോസ് കറ്റാനിമറ്റം. നാഷണലിസ്റ്റ് കിസാൻ സഭ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്ന് ജോസ് കുറ്റാനിമറ്റം ചൂണ്ടിക്കാട്ടി. കർഷക സംരക്ഷണം സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ അജണ്ടയാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 1995 കാലഘട്ടം തൊട്ട് 2010 വരെ ഏകദേശം ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അതിനൊരറുതി വരുത്തിയത്, കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തത് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് 23,000 രൂപയുടെ കാർഷിക കടം എഴുതിത്തള്ളിക്കൊണ്ട് ഒരു പരിധിവരെ ഈ കർഷക ആത്മഹത്യകൾക്ക് പരിഹാരമുണ്ടാക്കി. ഒരു പരിധിവരെ കർഷക ആത്മഹത്യകൾ അവസാനിക്കുന്നു. ഇന്നിവിടെ പാലക്കാട് ജില്ലയിൽ എവിടെ ഒരു കർഷക കൃഷിയുടെ പേരിൽ ആത്മഹത്യ ചെയ്തതായിട്ട് വന്നെന്ന് പറഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി. എന്തുകൊണ്ടാണ് ഈ തലമുറ കൃഷിയിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് കൃഷിക്കാർ ഈ രീതിയിൽ ആകേണ്ടി വന്നത്? ഇന്നും നാഷണലിസ്റ്റ് കിസാൻ സഭ പ്രസിഡന്റ് മോഹൻ ഐസക് അധ്യക്ഷത വഹിച്ചു. NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി, NYC സംസ്ഥാന കമ്മിറ്റി അംഗം ഷെനിൻ മന്ദിരാട്, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 3 വർഷം മുമ്പ് കോടികൾ മുടക്കി നവീകരിച്ച വാണയംകുളം വല്ലപ്പുഴ റോഡ് തകർച്ചയുടെ വക്കിൽ. പാതയുടെ ഇരുവശങ്ങളിലും കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ചാല് കീറിയതാണ് തകർച്ചയ്ക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം പനയൂർ ഹെലൻ കെല്ലറിന് സമീപം ചാലിൽ ടോറസ് ലോറി കുടുങ്ങി. 12 കോടി രൂപ ചെലവിൽ നവീകരിച്ച വാണയംകുളം വല്ലപ്പുഴ റോഡ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് തകർന്നു കിടന്നിരുന്ന റോഡ് റബ്ബറൈസ് ചെയ്തത്. നിർമ്മാണം പൂർത്തിയായി 3 വർഷം പിന്നിടുമ്പോൾ റോഡിൻ്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ചാലെടുത്തത് റോഡിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി. ഭാരമേറിയ ടോറസ് ലോറികൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ് തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനും പോലീസിനും പരാതി നൽകിയിരുന്നു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി എടുത്ത ചാലുകൾ മണ്ണുപയോഗിച്ച് മൂടിയെങ്കിലും കോൺക്രീറ്റ് ചെയ്യാത്തതുമൂലം വശങ്ങളിൽ വാഹനങ്ങൾ താഴുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വെമ്പലത്ത് പാടത്തെ കോറിയിൽ നിന്ന് കരിങ്കൽ കയറ്റിയ ടോറസ് ലോറി വ്യാഴാഴ്ച ഹെലൻ കെല്ലറിന് സമീപത്ത് വെച്ച് പൈപ്പ് ചാലിൽ താഴ്ന്നു. 3 മണിക്കൂറിലധികം നേരം ചാലിൽ കുടുങ്ങിയ ലോറി JCBയും ക്രെയിനും മറ്റൊരു ലോറിയും എത്തിച്ചാണ് വലിച്ചു കയറ്റിയത്. സമാന സംഭവങ്ങൾ പാതയിൽ തുടർക്കഥയാണ്. പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത ചാലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഒരു ആദ്യത്തെ സംഭവമല്ല. ഇതേപോലെ ഒരുപാട് തവണ ഈ പല വണ്ടികളും ഈ റോഡിൻ്റെ സൈഡിലായിട്ട് കുടുങ്ങി കിടക്കുന്നത് ഇരുവശത്തങ്ങളിലായിട്ടും. ഇത് മെയിനായിട്ട് വരാനുള്ളൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്, പൈപ്പ് ലൈനിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇതിനെ ചാലു കീറുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പണിയൊന്നും കറക്റ്റായിട്ട് പൂർത്തീകരിക്കാണ്ട് മറ്റുള്ള വലിയ വാഹനങ്ങളായാലും ചെറുകിട വാഹനങ്ങളായാലും പലതവണയിട്ട് ഈ റോഡിൻ്റെ പല സൈഡിലായിട്ട് ഇതേപോലെയുള്ള താഴ്ചയും പല ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങളും യാത്രക്കാരും നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരണമെന്നുണ്ടെങ്കിൽ അധികാരികൾ കണ്ണു തുറക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് വികസന മുരടിപ്പെന്നാരോപിച്ച് BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ SC മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാജി ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ പ്രതിഷേധം, ജയ് ബോലോ ഭാരത് മാതാ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള റോഡുകളുടെ വികസന മുരടിപ്പിനെ സംബന്ധിച്ചാണ് BJP പാഞ്ഞാൾ ഏരിയയുടെ നേതൃത്വത്തിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾ ഇന്നോ ഇന്നലെയോ കേടുവന്നിട്ടുള്ളതല്ല. അത് മാസങ്ങളായി നാശോന്മുഖമായി സാധാരണക്കാർക്കും വാഹനയാത്രക്കാർക്കും യാത്രായോഗ്യമല്ലാത്ത രീതിയിൽ അത്രയും വലിയ രീതിയിലേക്ക് ഈ റോഡുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി അത് റോഡുകളെല്ലാം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെരുവ് വിളക്കുകൾ അടിയന്തരമായി തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മിനി MCFകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ MCFകൾ സ്ഥാപിച്ചത് ചില ആളുകളുടെ ഒത്താശയോടുകൂടി സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പൊതുമുതലുപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള MCF അത് JCB വെച്ച് നീക്കം ചെയ്തിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗവും BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയുമായ അശ്വതി സജു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CM സുമേഷ് അധ്യക്ഷനായി. BJP പൈങ്കുളം മേഖലാ ജനറൽ സെക്രട്ടറി പ്രമോദ്, TC രാജൻ, T കൃഷ്ണൻ, രതീഷ് ചാത്തംകുളം തുടങ്ങിയവർ സംസാരിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ലതാ ഭാസ്കർ പരിപാടിക്ക് നന്ദി അറിയിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച മിനി MCF പൊളിച്ചുമാറ്റി പൊതുമുതൽ നശിപ്പിച്ച് സർക്കാരിന് നഷ്ടം വരുത്തിയവർക്കെതിരെ ഇതുവരെയായും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച് വൈദ്യുത വിളക്കുകൾ ഉടനടി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വകുപ്പുകൾ കൈകാര്യം ചെയ്യാനറിയാത്ത മന്ത്രിമാരാണ് ഇന്ന് കേരളത്തിന്റെ ശാപമെന്ന് റേഷൻ വ്യാപാരി കോർഡിനേഷൻ സെക്രട്ടറി വി അജിത് കുമാർ. പാലക്കാട്ട് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി നടത്തിയ രാപ്പകൽ സമരവിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അജിത് കുമാർ. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നാണ് വിളംബര ജാഥ ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. റേഷൻ വ്യാപാരികൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോഴും ക്ഷേമനിധി ബോർഡ് 5 കോടിയുടെ കടത്തിലാണെന്ന് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി വി അജിത് കുമാർ ചൂണ്ടിക്കാട്ടി. വകുപ്പുകൾ കൈകാര്യം ചെയ്യാനറിയാത്ത മന്ത്രിമാരാണ് ഇന്ന് കേരളത്തിന്റെ ശാപം. റേഷൻ വ്യാപാരികൾക്ക് ആനുകൂല്യം നിഷേധിക്കുന്നത് തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും അജിത് കുമാർ വ്യക്തമാക്കി. ഈ സർക്കാരിന് കഴിയില്ല എന്ന തരത്തിലാണ് 2 മന്ത്രിമാരും ഭക്ഷ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അവസ്ഥ? ഈ ഗവൺമെന്റ് പറയുന്നത് നല്ലൊരു കാര്യം, സാമ്പത്തികമായിട്ട് ഗവൺമെന്റ് ഒന്ന് പുരോഗമിക്കട്ടെ എന്ന് പറയുന്നത് എനിക്ക് തമാശയാണ് തോന്നുന്നത്. ഈ സർക്കാരിനൊക്കെ സാമ്പത്തികമായിട്ട് ഇപ്പൊ ഇനി പുരോഗമിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. എന്നാൽ ദൂരത്തിനൊന്നും ഒരു കമ്മിയില്ല. എല്ലാ ദൂരത്തിലും ഈ കേരള സർക്കാർ ഒരു പടി മുന്നിലാണ്. എന്നാൽ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ, ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, ഈ കളക്ടറേറ്റിന് മുന്നിൽ തന്നെ 4ഓ 5ഓ സംഘടനകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. പാലക്കാട് ജില്ലാ സംയുക്ത റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ശിവദാസ് ആലത്തൂർ അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 8, 9 തീയതികളിൽ റേഷൻ കടകൾ അടച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതി നേതാക്കളായ ശിവദാസ് വേലിക്കാട്, എ കൃഷ്ണൻ, KM അബ്ദുൽ സത്താർ, വി വിഷ്ണുദേവൻ, സേതുരാജ്, മഹേഷ് ചിറ്റൂർ, നാസർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശമ്പള നിഷേധത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി KSRTC എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. പാലക്കാട് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എംപ്ലോയീസ് സംഘ് നടത്തിയ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഒറ്റഗഡുവായി ശമ്പളം നൽകണമെന്നും പുതിയ വകുപ്പ് മന്ത്രി KSRTC ജീവനക്കാർക്ക് നൽകിയ വാക്കുപാലിക്കണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാജേഷ് ആവശ്യപ്പെട്ടു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് L രവിപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി K ശശാങ്കൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭ ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച പാർക്കിന്റെ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് തകർന്നു വീണു. നിർമ്മാണത്തിൽ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച BJP നേതാക്കൾ ആരോപിച്ചു. 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ പാർക്ക് നിർമ്മിക്കുന്നത്.
പാർക്കിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം തോട്ടിലേക്ക് തകർന്നു വീണത്. അശാസ്ത്രീയമായ നിർമ്മാണവും കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട സംരക്ഷണ ഭിത്തി ചെങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച BJP നേതാക്കൾ ആരോപിച്ചു. നഗരസഭയും കോൺട്രാക്ടറും ചേർന്നുള്ള ഒത്തുകളിയാണ് ഈ തകർച്ചയ്ക്ക് കാരണമായത്. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളതെന്നും നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും BJP നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. BJP മേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് കുമാർ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുമേഷ് ചീരാത്തൊടി, A. സ്വരൂപ്, ഏരിയ ജനറൽ സെക്രട്ടറി CR രാജേഷ്, വിജയൻ പിള്ള എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. കോട്ടിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നു. 1 കോടി രൂപയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഈ പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടി, ഈ പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായ അഴിമതിയാണ് ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ സുരക്ഷാ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഗുരുതരമായ അഴിമതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വിജിലൻസിന് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിജിലൻസ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ BJP തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാചക തൊഴിലാളികളെ സമര തൊഴിലാളികളാക്കി മാറ്റിയ സർക്കാരാണ് കേരളത്തിലേതെന്ന് കോള വിരുദ്ധ സമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. വേതനം നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിളയോടി വേണുഗോപാൽ. ഒരു കാലത്ത് തൊഴിലാളികൾക്കായി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഇടതുപക്ഷം ഇന്ന് കാലഹരണപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായി. വർത്തമാനകാലത്ത് ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും മുതലാളിമാരുടെ കുഴലൂത്തുകാരാണ്. ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവർ ബംഗാളിനെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. അവരെ സമരത്തൊഴിലാളികളാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. പ്രത്യേകിച്ച് അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കണ്ണിലെ കൃഷ്ണമണി പോലെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ ആ പഴയ ഇടതുപക്ഷ പ്രസ്ഥാനം വന്ന വഴി മറന്നുകൊണ്ട് പുതിയ മുതലാളിത്ത നാഗരികതയും മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയും ചങ്ങാതിത്ത മുതലാളിത്തത്തിന്റെ അടിമകളും ഏജന്റും കങ്കാണികളുമായി മാറി. വേനലവധി വേതനം നൽകുക, ഓണം അലവൻസ് പ്രഖ്യാപിക്കുക, ജോലിഭാരം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജില്ലാ പ്രസിഡന്റ് സുമിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C. തങ്കമണി, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ, KS ജോഷി, ഷെരീഫ ആദം, PM ഷംസുദ്ദീൻ, TP പാഞ്ചാലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കർഷകർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് എന്താക്കണം, കൃഷിയോഗ്യമാക്കണം. ആ കൃഷിയോഗ്യമാക്കുന്നതിന് സർക്കാർ ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ പെട്ടതാണ് MGNREGSുമായി കൺവർജൻസിൽ 2 കൂട്ടരും സംയുക്തമായി അവിടെ കൃഷി ഇറക്കുക എന്ന ഒരു സംവിധാനം ചെയ്യാനായിട്ട് കഴിയും. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് A. മല്ലിക അധ്യക്ഷയായി. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, കൃഷി അസിസ്റ്റന്റ് ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. കൃഷിവകുപ്പ് ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാണയംകുളം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വിളവുണ്ടാവാനുള്ള ആക്കാലത്ത് കൃഷിക്കാർ പറഞ്ഞൊരു കാരണം, ഒന്ന് തോക്ക കിളിർക്കുന്ന സമയമാണ്. അങ്ങനെ തോക്ക കിളിർത്താൽ ആ കിളിർത്ത തോക്കയിൽ കൂടെ തിരുവാതിര ഞാറ്റുവേലിൽ അടച്ചു നിൽക്കുന്ന മഴ അങ്ങനെ ധാരയായിട്ട് ഒഴുകും. അങ്ങനെ ഒഴുകിയാൽ നല്ലോണം മഞ്ഞ് പിടിക്കും. അങ്ങനെ നല്ലോണം കുരുമുളക് പിടിക്കും. അങ്ങനെ നല്ല വിളവുണ്ടാവും എന്ന ഉദ്ദേശത്തിലാണ് തിരുവാതിര ഞാറ്റുവേലയെ സംബന്ധിച്ച് ആദ്യകാലം മുതൽ തന്നെ കുരുമുളക് രുചിയായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ കർഷകർ നല്ല നിലയിൽ ചർച്ച ചെയ്ത ഒരു കാലമാണ്.
ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ജയശ്രീ, കെ എസ് മഞ്ജിമ, സുജിത് പി രാജ്, ഇ പി രഞ്ജിത്ത്, വി ടി നളിനി, കൃഷി ഓഫീസർ സായ് പാർവതി എന്നിവർ പ്രസംഗിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി 2250 കുരുമുളക് തൈ, 500 തെങ്ങിൻ തൈ, 35,000-ഓളം പച്ചക്കറി തൈകൾ എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചു. ഷൊർണൂർ കാരക്കാട് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 7ഓളം പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചതായി സംശയം. പ്രദേശവാസികൾ ആശങ്കയിൽ. കോടികൾ മുടക്കി 3 വർഷം മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ വാണിയംകുളം വല്ലപ്പുഴ റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. പാതയുടെ ഇരുവശങ്ങളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ചാലുകീറിയത് തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന് പരാതി. വാഹനങ്ങൾ ചാലിൽ കുടുങ്ങുന്നത് ഇവിടെ പതിവ് കാഴ്ച. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിർമ്മാണം ആരംഭിച്ച ഒറ്റപ്പാലം നഗരസഭാ പാർക്കിന്റെ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് തകർന്നു വീണു. നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയും തകർച്ചയ്ക്ക് കാരണമായെന്ന് ആക്ഷേപം. കേന്ദ്ര വിദ്യാഭ്യാസ നയം തിരുത്തണമെന്ന് NCP. ആവശ്യമുന്നയിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കർഷകരെ അവഗണിച്ചും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചും ഇടതുമുന്നണിക്ക് ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ വിമർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.